അടുത്തതായി 14ാം രാവിന്റെ വേദിയിലെത്തുന്നു ഗിബിയ ഇൻ ഇശൽ മുറുക്കം റൗണ്ട്. ഗിബിയ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചടുല ഗാനവുമായി എത്തുകയാണ് ഇശൽ മുറുക്കം റൗണ്ടിൽ. വാച്ച് ഇറ്റ്. നന്നായി പാടിയോ?
കുഴപ്പമില്ല. ആരെ സോങ് ആണെന്നറിയോ? ഇത് രചിച്ചിരിക്കുന്നത് OM കരുവാരക്കുണ്ടാണ്. പാടിയിരിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളത് സീനത്ത പാടിയിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫൈസൽ സാറോട് ചോദിച്ചറിഞ്ഞാലോ? ഫൈസൽ സാർ. ശരിക്കും വി എം കുട്ടിമാഷയുടെ ടീമിലുണ്ടായ ഒരു പാട്ടാണ്. OM കരുവാരക്കുണ്ട് എഴുതി. ആ കാലഘട്ടത്തിലൊക്കെ ഗാനമേളകൾ ഇത് പാടാറുള്ളത് മൂവാറ്റുപുഴ നിസമോൾ എന്ന കുട്ടിയാണ്. ഒരുപാട് സീനിയർ ഗായികയാണ്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായത്? ലോക അവസാനാണ്. കിയാമത്ത് വരാൻ പോവാണ്. ശരിയാണ്, ലോകാവസാനത്തെ കുറിച്ചാണ് കിയാമത്ത് നാള്. ഈ പാട്ടിന്റെ ഒരു ചില വാക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഈ കിയാമത്ത് നാളിന്റെ അന്ന് എന്തൊക്കെ ഇവിടെ സംഭവിക്കും, പാറകൾ പൊട്ടിപ്പിളരും, ഭൂമി കീഴ്മേൽ മറിയും, ഇതൊക്കെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു ഭീകരാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പാട്ട്. ഈ വിഷയം അധികം ആളും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ്. അങ്ങനെയാണ് നമ്മുടെ മാപ്പിളപ്പാട്ടിലെ ഒരു മെയിൻ സ്ട്രീമിലെ വളരെ പ്രശസ്തനായ രചയിതാവ് OM കരുവാരക്കുണ്ട് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. താങ്ക് യു സർ. ആസ് യൂഷ്വൽ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? ഷാൻ സർ, ഗിബയുടെ ഈ പേരിന്റെ അർത്ഥം എന്താണ്? അച്ഛന്റെ പേര് ഗിരീഷ്, അമ്മയുടെ പേര് ബിന്ദു. അങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പം എന്തായാലും നല്ലോണം പാടി. പക്ഷെ ഒരു ഭയങ്കര സപ്പോർട്ട് ആ ഒരു സൈഡിൽ നിന്നുണ്ടായിരുന്നു ഗിബെ. ഓർക്കസ്ട്ര ഗംഭീരായിട്ട് ഗിബെ ബാക്ക് ചെയ്തു. പിന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്മൈൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല പ്ലസന്റ് ആയിരുന്നു. ഓരോ വേർഡ്സിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസും മുഖത്തും കൈകൊണ്ടൊക്കെ അതൊക്കെ ഭയങ്കരമായിരുന്നു. പെർഫെക്റ്റ്. ഗുഡ്. താങ്ക് യു സർ. ഫൈസൽ സർ, ഇത് മോള് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ ഞാൻ. എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തണല്ലോ. അത് കൈവിട്ടു പോയോ? പോയിട്ടൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ഒരു തോന്നിപ്പിക്കൽ നമുക്ക് ഉണ്ടാക്കും. പക്ഷെ ഇതിന്റെ വിഷയം അതട്ട് അല്ലതാനും. അപ്പൊ അത് ആ ഒരു തരത്തിലേക്ക് അങ്ങനെ ഡാൻസ് ടൈപ്പിലേക്കൊന്നും ആയിട്ടില്ല. എന്നാലും ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അപ്പോൾ പിന്നെ ഈ കഠിനമിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് കഠിനം, അങ്ങനെ നമ്മുടെ പ്രൊണൗൺസിയേഷനിൽ അതിങ്ങനെ ഒരു ഭീകരാവസ്ഥ തോന്നിപ്പിക്കുകയാണ്. ഈ ശബ്ദം ക്രിയേറ്റ് ചെയ്തല്ലേ? ഇങ്ങനെയാണോ? ഞാൻ ചോദിക്കാറുണ്ട്, ഗിബിയ സംസാരിക്കുന്ന ആ ശബ്ദത്തിലല്ല പാടിയത്. ഞാൻ വേറെ ആരാണെന്ന് വിചാരിച്ചു, അതാണ്. അങ്ങനെ ഒന്ന് പാടി നോക്കി പല്ലവി. ൂതിടും ദിനമല്ലോ കിയാമം നാള്, ഉറ്റവരുടയവർ എല്ലാം പിരിഞ്ഞിട്ട് ഒറ്റപ്പെടുന്ന നാള് കിയാമം നാള്. ഇപ്പൊ പാടിയ പാട്ടിന് ആ ഒരു ടോൺ ആവശ്യമാണ്. ആ ടോണും നല്ലതാണ് ആ പാട്ടിന്. അതുകൊണ്ടാണ് മോളെ തിരഞ്ഞെടുത്തത് മനസ്സിലായി. ഏതായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ പാട്ടൊക്കെ പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ കൈവിട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാവം കൃത്യമായിട്ട് സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. റഹ്ന മാം, എന്തായാലും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എനിക്കും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ആ ഒരു ടോൺ ചേഞ്ച് എനിക്ക് ഈ പാട്ടിലത് ചെയ്തത് നന്നായിട്ടുണ്ട് മോളെ. കാരണം ഇപ്പം ആ വോയിസിൽ അത് പാടിപ്പിച്ചപ്പം അനുപലവിയൊക്കെ വരുമ്പോൾ നമുക്ക് മോള് ശരിക്ക് എടുത്ത് പറഞ്ഞു കേട്ടോ നന്നായിട്ട്. എന്തെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് ക്ലിയർ ചെയ്ത് ആ ഒരു പെർഫോമൻസ് അങ്ങനെ ലെവലിലോട്ടല്ല, നമുക്ക് ആ ഒരു ഇതെനിക്ക് ഇഷ്ടമായി. നന്നായിട്ട് ചെയ്തു. നമുക്ക് എന്താ അതിൽ പറയുന്നതെന്ന് മനസ്സിലായി. പക്ഷെ ഈ വോയിസിൽ മോൾ അത് പാടിയിരുന്നെങ്കിൽ അത്ര ക്ലിയർ ആവൂലായിരുന്നു. പക്ഷെ മെലഡിയൊക്കെ വരുമ്പോൾ മോള് ഈ വോയിസിൽ തന്നെ പാടിയാൽ മതി. ബ്രെത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ആ വോയിസിൽ പാടരുത് കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു മാം. അപ്പം ഗിബിയ, നല്ല കമന്റ്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? നമുക്ക് മാർക്സ് അറിയണ്ടേ? ഫൈസൽ സർ, ഞാൻ 24 മാർക്ക്. 24 out of 30. ഷാൻ സർ 24. 24. റഹ്ന മാം 24. 24. 72 out of 90. താങ്ക് യു. സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ മാർക്സ് കിട്ടിയോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഗ്മെന്റ് എന്താണ്? ഹിഡൻ മാർക്സ് അല്ലേ? ജഡ്ജസ്
ദിവ്യ ടെൻഷൻ ഉണ്ടോ? നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് നല്ല മാർക്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എനിവേ ബെസ്റ്റ്. താങ്ക് ദിവ്യ, അച്ഛനമ്മന്റെ ഒരു സ്മോൾ പെറ്റ് ആണല്ലേ? അങ്ങനെയാണോ? ആണെന്ന് പറയാം. ഈ പാട്ട് സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ? കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹനീഫ മുടിക്കോൾ എന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ടൊക്കെ ചെയ്യുന്ന ഒരു സാറാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ഈ പാട്ട് പാടിക്കോ, നിനക്ക് പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ അടുത്ത് എന്തായാലും ഞാൻ നന്ദി പറയണു. അതുപോലെ OM മാഷാണ് എനിക്ക് ഇതിന്റെ വേർഡ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തന്നത്. അപ്പൊ മാഷിന്റെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നു.